പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു മെന്റല് കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ഞാൻ ആ പറ്റില്ല പരിചയപ്പെടുത്തരാം. ഇരിക്കുന്നത് കാണുമ്പോ ഡ്രൈവർ അല്ല നമ്മുടെ പ്രധാനമന്ത്രിയെ ഈ കൊണ്ടുപോകുന്നത് ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ ജോർദാൻ മ്യൂസിയത്തിലേക്ക് പ്രത്യേക ആദര സൂചകമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെയും കൊണ്ട് ഓടിച്ച് പോകുന്നതാ നമ്മൾ ഈ കാണുന്നത്. കേരളത്തിലെ സുഡാപ്പികൾ എങ്ങനെ സഹിക്കും? ഏതെങ്കിലും കാട്ടറബികളാണെങ്കിൽ സകല സുഡാപ്പികളും കൂടി ഫോൺ വിളിച്ചിട്ടെങ്കിലും ഇതൊക്കെ അങ്ങ് ഈ മെന്റൽ പറയുന്നത് അറിയോ? നമ്മുടെ അവിടുത്തെ ആ ജോർദാന്റെ ആള് ശ്രീ നരേന്ദ്രമോദിയെ കാറിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ട് ഇവൻ പറയാണ്. എന്നിട്ട് ഈ സുഡാപ്പി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് ഡയറക്റ്റ്ലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടുപോകുന്ന ആരാണ്? ഒരു സുഡാപ്പി. ഇത് വന്ന് പറയുന്ന ആരാണ്? അതും സുഡാപ്പി. എന്തൊരു കഥ! ഇപ്പൊ ഇവൻ ദേശീയ മുസ്ലിമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവൻ മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഇവൻ ഒരു ആണത്തം ഉണ്ടെങ്കിൽ, ഇവൻ ഒരു തന്തയ്ക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാൻ പറയും. എത്രയോ അബദ്ധങ്ങൾ പറ്റുന്ന എത്രയോ വിഷയങ്ങൾ ഏത് പാർട്ടിയിലും ഉണ്ടോ അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിയിലും ശ്രീ നരേന്ദ്രമോദിൻ്റെയൊക്കെ എന്തൊക്കെയോ പോരായ്മകളുണ്ട്. ആ പോരായ്മ ഒരെണ്ണം എടുത്ത് പറഞ്ഞാൽ മതി, അതോടുകൂടി ഇവന് ഏറ്റവും വലിയ ഇന്ത്യയിൽ കണ്ട ഒരു സുഡാപ്പിയായിട്ട് മാറും. അത് മാറാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർക്ക് വിവരം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ മെൻ്റൽ കേസ് പല ആളുകളും വീഡിയോ ചെയ്യുന്നുണ്ട് ശ്രീ നരേന്ദ്രമോദിക്കെതിരെ. ഹിന്ദുവും ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനിയും ചെയ്യുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്, അതും രാഷ്ട്രീയമാണ്. പക്ഷെ ഇവൻ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കൊണ്ടില്ലേ സുഡാപ്പികൾ പറയുന്നത് എന്ന് പറയും. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കമൻ്റ് അടിക്കും. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ശ്രീ നരേന്ദ്രമോദി കേന്ദ്ര ഭരണം കൈകാര്യം ചെയ്യുന്ന ആളാണ്, പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പല പോരായ്മയുണ്ടാവും. അതിലെല്ലാവരും കമൻ്റ് അടിക്കും. പക്ഷെ ഒരു മുസ്ലിമിൻ്റെ കമൻറ്റ് മാത്രം എടുത്തുകൊണ്ടെന്ന് പറയും, ഇതോ കണ്ടില്ലേ ഈ സുഡാപ്പി പറയുന്നത് എന്ന് കേൾക്കും. എങ്ങനെയുണ്ട് ഇവൻ്റെ? അപ്പം ഈ ഇത് കാണുമ്പോൾ മറ്റുള്ള മതക്കാർ അല്ലെങ്കിൽ ആ പാർട്ടിക്കാർ ആരായിക്കോട്ടെ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? തീവ്രവാദികൾ കേരളത്തിൽ വേളർന്ന് വരുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് അടിക്കും. ഇത് പറയുന്നത് ഇവർ ഏറ്റവും വലിയ തീവ്രവാദിയും അതുപോലെ തന്നെ സുഡാപ്പിയോട്. അത് വെളിയിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു കമന്റ് പഠിച്ചാൽ മതി. എതിരെ എന്തും ആയിക്കോട്ടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഇവൻ്റെ കത്തിക്കൽ കഴിഞ്ഞ്. പിന്നെ ഇവൻ്റെ കമന്റ് പോസ്റ്റിന് പൂരങ്ങളായിരിക്കും തെറിയിടാൻ, മനസ്സിലായോ? പിന്നെ ഏതൊരു പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള പോരായ്മയും കുറവുകളും വിജയങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി ഇരിക്കുന്നത് ഒമാനിലാണ്. ഒമാനിലുള്ള സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ രാജ്യക്ക് സ്വീകരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോർദാനിൽ പോയപ്പോൾ അവിടെയും സുഡാപ്പികൾ സ്വീകരണം കൊടുക്കും. അങ്ങനെ സുഡാപ്പികൾ മൊത്തം ലോകമെമ്പാടും ശ്രീ നരേന്ദ്രമോദിക്ക് സ്വീകരണം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സുഡാപ്പി വന്നിട്ട് പറയാണ് കേരളത്തിലുള്ള സുഡാപ്പികൾക്ക് എങ്ങനെ സഹിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ചെയ്യുക? അപ്പോൾ ഈ കേരളത്തിലുള്ള സുഡാപ്പികൾ തന്നെയാണ് ഈ GCC രാജ്യങ്ങൾ പല സ്ഥലത്തിലുള്ളതേ. അപ്പൊ അവിടെ സ്വീകരിക്കാനും ഈ കാണുന്ന ശ്രീ നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നതൊക്കെ ഈ പറഞ്ഞ സുഡാപ്പികളല്ലേ. ഇപ്പൊ അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇവനൊക്കെ വന്നിട്ട് വേറെ ജാതിൻ്റെ രീതിയിൽ ഇവനൊക്കെ വേറെ രീതിയിൽ കാശിന് വേണ്ടിയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇവിടെ വേറെ രീതിയിൽ കാണുന്നത്. അല്ലെങ്കിൽ ഒന്നും ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ഒരു മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ഒരു കമൻ്റ് അടിക്കുന്നു, എന്തോ ഒരു കമൻ്റ് ആയിക്കോട്ടെ, അത് പൊക്കിപ്പിടിച്ച് ആരും വരാതിരുന്ന് ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവനെ പോലെയുള്ള മെന്റലുകൾ എടുത്ത് പൊക്കിപ്പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരും. ഇതോ കണ്ടില്ലേ, ഇത് എന്താ പറയുന്നത് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നും? അവനെ തെറി വിളിക്കണം, അവനെ തീവ്രവാദിയാക്കണം എന്നുള്ളത് തോന്നും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ. അത് സുഡാപ്പി എല്ലാത്തൊരുത്തമെന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ഏറ്റവും വലിയ സുഡാപ്പിയാണ് ഇവൻ, മനസ്സിലായോ? എന്നിട്ട് ഇവന്ന് പറയുന്നതാണ് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത്. ഇത് എങ്ങനെയാണെന്ന് അറിയോ? സ്വന്തം തൂറിയത് ആ അപ്പിയെടുത്തിട്ട് കഴിക്കുന്ന പോലെയാണ്. ഇവൻ സ്വന്തമായിട്ട് സുഡാപ്പിയാണ് എന്നിട്ട് ഇവ മറ്റുള്ളവരെ സുഡാപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഈ മെന്റലിനെ കുറിച്ചിട്ട് പറയുക.